ഐ ആം ലിവിങ് ആ ഗുരുവായൂർ. അല്ല, ഞാൻ ചോദിക്കാം. വേർ ഈസ് യുവർ ഹൗസ്? മൈ ഹൗസ് ഈസ് പാലക്കാട്, ഇൻ പാലക്കാട് അറ്റ് കോങ്ങാട്. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. മൈ ഹൗസ് ഈസ് ഇൻ പാലക്കാട് അറ്റ് കോങ്ങാട്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഇനി അത് നിങ്ങളുടെ വീട് കോങ്ങാടാണ്, പാലക്കാടുള്ള കോങ്ങാട്. അപ്പൊ ഇനി ഞാൻ നിങ്ങളുടെ സ്വദേശം എവിടെയാന്ന് ചോദിക്കും. അത് ഇങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ വേർ ഈസ് യുവർ നേറ്റീവ് പ്ലേസ്? അപ്പൊ അങ്ങനെ പറയണ്ടല്ലേ? അല്ല, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് എനിക്ക് ചോദിക്കാലോ. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പലതരം ചോദ്യങ്ങൾ വരും. വീട് എവിടെയാണെന്ന് ചോദിക്കും, സ്വദേശം എവിടെയാണെന്ന് ചോദിക്കും, ജോലി എവിടെയാണെന്ന് ചോദിക്കും, പലതും ചോദിക്കും. അപ്പോ ഓരോ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ആദ്യത്തെ ചോദ്യം വേർ ഈസ് യുവർ ഹൗസ് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഒന്നുകൂടെ പറയാമോ അത്? മൈ നേറ്റീവ് പ്ലേസ് ഈസ് ഇൻ പാലക്കാട് അറ്റ് കോങ്ങാട്. അതിൽ ആ അറ്റ് കോങ്ങാട് എന്നുള്ള ആദ്യമേ പറഞ്ഞു. മൈ നേറ്റീവ് പ്ലേസ് ഈസ് കോങ്ങാട് ഇൻ പാലക്കാട് എന്ന് പറഞ്ഞാൽ മതി. മൈ നേറ്റീവ് പ്ലേസ് ഈസ് കോങ്ങാട് ഇൻ പാലക്കാട് എന്ന് പറയണം. പിടികിട്ടിയോ? ഓക്കെ. ഇനി ഇതേ ചോദ്യം തന്നെ വേറെ വ്യത്യാസപ്പെടുത്തി ചോദിക്കട്ടെ. വേർ ഈസ് യുവർ ഹൗസ് എന്ന് ചോദിക്കും. നിങ്ങളുടെ വീട് എവിടെയാണ്? ഇതേ ഉത്തരം തന്നെ പറയാം. പറഞ്ഞോ, ശ്രമിക്കൂ. ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നേറ്റീവ് പ്ലേസ് ആദ്യം ചോദിച്ചു, ഇപ്പൊ ചോദിക്കുന്നത് വേറെയാണ്. വേർ ഈസ് യുവർ ഹൗസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് പറയും? പോരട്ടെ. മൈ ഹൗസ് ഇൻ കോങ്ങാട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി. മൈ ഹൗസ് ഈസ് അറ്റ് കോങ്ങാട് ഇൻ പാലക്കാട്. അതെ. മൈ ഹൗസ് കോങ്ങാട് ഇൻ പാലക്കാട്. അതെ. ഒന്നുകൂടെ പറയാം. മൈ ഹൗസ് ഈസ് അറ്റ് കോങ്ങാട് ഇൻ പാലക്കാട്. മൈ ഹൗസ് ഈസ് അറ്റ് കോങ്ങാട് ഇൻ പാലക്കാട്. ഓക്കെ, പിടികിട്ടിയില്ലേ? മറ്റേ നിങ്ങളുടെ സ്വദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതേ ഉത്തരം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജോലി എവിടെയാണെന്ന്. വേർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എങ്ങനെ പറയും? എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചോളൂ. തെറ്റിപ്പോയിക്കോട്ടെ, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ എവിടെയാണ് ജോലി എടുക്കുന്നത്? വർക്കിംഗ് ഫ്രം ഗുരുവായൂർ ദേവസ്വം അറ്റ് പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ എലിഫന്റ് സെഞ്ചുറി. എലിഫന്റ് സാങ്ച്വറി എന്നാണ് പറയേണ്ടത്. സാങ്ച്വറി. എന്താ അതിന്റെ പേര്? പുന്നത്തൂർ കോട്ടയോ? അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. പിന്നെ അറ്റ് ഗുരുവായൂർ എന്ന് അവസാനം പറഞ്ഞാൽ മതി. ഗുരുവായൂരാണല്ലോ ഈ പുന്നത്തൂർ കോട്ട. അതെ. അപ്പോ ഞാൻ ചോദിക്കും, വേർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. അവസാനം അറ്റ് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ തീർന്നു. ഒന്നുകൂടെ പറയാം, കേട്ടിട്ട് അതേപോലെ പറയണം. ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി അറ്റ് ഗുരുവായൂർ. അത് ഇത്തിരി ലെങ്തി ആയിപ്പോയാ? സെന്റൻസ് വലുതായി പോയോ? കുറച്ച് വലുതായി. എന്നാലും പറഞ്ഞോളൂ. കേൾക്കണില്ല, നല്ല ശബ്ദത്തിൽ പറഞ്ഞോളൂ. ഐ ആം വർക്കിംഗ്. ഇവിടെ ഇത് റൂമിലായതുകൊണ്ടായിരിക്കും. പറഞ്ഞോ, ശബ്ദം കൂട്ടി പറഞ്ഞാ മതി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ? പറഞ്ഞോളൂ. ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി അറ്റ് ഗുരുവായൂർ. പോരട്ടെ? ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി അറ്റ് ഗുരുവായൂർ. അടിപൊളി. ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി അറ്റ് ഗുരുവായൂർ.
കറക്റ്റായി വന്നല്ലോ. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞോ, വിട്ടുകളയരുത്, ഇത് കിട്ടിയതല്ലേ. അതെ, ഐ ആം വർക്കിംഗ് ഇൻ പുന്നത്തൂർ കോട്ട, എലിഫന്റ് സാങ്ച്വറി അറ്റ് ഗുരുവായൂർ. അപ്പൊ അത് പഠിച്ചല്ലോ. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇത് പല പ്രാവശ്യവും പറഞ്ഞു കഴിയുമ്പോൾ നല്ല ഒഴുക്കോടെ പറയാൻ പറ്റും നമുക്ക്. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് പറയുന്നോണ്ടാണ് ഇങ്ങനെ നിന്ന് പോകുന്നത്. അതെ അതെ, ആദ്യമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മള് ഒന്നും പറയില്ല. ചില വാക്കുകളുടേതോ ഓർമ്മയിൽ ഉണ്ടാവുന്നല്ലാതെ മുഴുവനും മറന്നു പോവാണ്. ഒന്ന് വെച്ചാൽ മറവി കുറച്ച് ഉണ്ടേനും, അത് കാരണം കൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഇതൊക്കെ സാറ് അയച്ചു തരുന്ന ആ സാധനങ്ങളൊക്കെ കുറെ ഈ വേർഡുകളും അതിന്റെ അർത്ഥങ്ങളൊക്കെ നോക്കി പഠിക്കാറുണ്ട്. അത് ഇന്ന് വായിച്ച് നാളേക്ക് മറന്നുണ്ടാവും. പിന്നെ ഈ ജോലിയുടെ തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് അതാണ് മറന്നു പോണത്. പിന്നെ ഞാൻ സാറ് വേറൊരു കാര്യം കൊണ്ട് ഒരു 10 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അതൊന്നും അറിയില്ല. 10 വരെ പഠിച്ച ആൾക്കാര് നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതെങ്ങനെയാ വെച്ചാൽ അവര് കൂടുതൽ സംസാരിക്കും ഇങ്ങനെ വന്നിട്ട്, ഗ്രൂപ്പിൽ വന്നിട്ട്. അപ്പൊ ചേട്ടനും കൂടുതൽ എത്ര വയസ്സായിട്ടുണ്ട്? 55. അതൊന്നും സാരമില്ല. അപ്പൊ ചേട്ടൻ കൂടുതൽ സമയം വന്ന് ഇതേപോലെ സംസാരിച്ചോളൂ, ഇങ്ങനെ ഓരോരോ സെന്റൻസ് പഠിച്ചോളൂ. ഓക്കെ. പിന്നെ ചേട്ടൻ അവിടെ എന്താ ജോലി എന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വാട്ട് ഈസ് യുവർ ജോബ് ഇൻ പുന്നത്തൂർ കോട്ട? എന്താണ് ജോലി അവിടെ? മൈ ജോബ് ഈസ് അങ്ങനെ പറയണ്ട. ഐ ആം എ മഹൌട്ട് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. അത് മുഴുവനായിട്ട് പറഞ്ഞോ. ഐ ആം എ മഹൌട്ട് എലിഫന്റ് സാങ്ച്വറി പുന്നത്തൂർ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. ഓക്കെ, അതൊന്നും കൂടി കറക്റ്റ് ആക്കാനുണ്ട്. ഐ ആം എ മഹൌട്ട് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. ഐ ആം എ മഹൌട്ട് ഇൻ പുന്നത്തൂർ കോട്ട എലിഫന്റ് സാങ്ച്വറി. ഈ മഹൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആനപ്പാപ്പാൻ സർ. ഓക്കെ, വെരി ഗുഡ്. ഇത് എവിടെ നിന്ന് പഠിച്ചു? ഇതവിടെ ആൾക്കാർ വരുമ്പോ പറഞ്ഞു കേൾക്കണ്ടല്ലോ, മൊത്തത്തിൽ അറിയില്ല മഹൌട്ട് പറഞ്ഞ ആനപ്പാപ്പാനാണെന്നുള്ള. അപ്പൊ ഈ ജോലി ആയതുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. ഈ പുറത്തേക്ക് പൂരത്തിനൊക്കെ പോകുമ്പോ അതിൽ എഴുതും മഹൌട്ട്ന്നേ. ആനപ്പാപ്പാനാണ്. എഴുതുമ്പോ അതിന്റെ സ്പെല്ലിംഗ് അറിയാമോ എഴുതാനായിട്ട്? MAUH MAHOUT. ഓക്കെ, വെരി ഗുഡ്. ഞാനിത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയില്ല. നമുക്കത് പഠിക്കണം. ഞാനത് പഠിച്ചെടുത്തോളാം. MAHOUT, മഹൌട്ട്. വെരി ഗുഡ്. അപ്പൊ ആനപ്പാപ്പാൻ എന്നുള്ളതിന് മഹൌട്ട് ആണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ ഇത്. ഇല്ല. ചേട്ടനത് അറിയാം. ആനപ്പാപ്പാനും ആനക്കാരനും ഉണ്ട്. രണ്ടിനും അർത്ഥം ഈ മഹൌട്ട് തന്നെയാണ്. ആനക്കാരൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആനക്കാരൻ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിച്ചാൽ സായിപ്പന്മാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കാം പറ്റൂലേ? ഇഷ്ടംപോലെ സായിപ്പന്മാര് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരോട് സംസാരിക്കാം. അവര് ഭയങ്കര സ്പീഡിലല്ലേ സംസാരിച്ചു പോണത്. അവര് ഓരോ സംശയങ്ങൾ ചോദിക്കും, ഒന്നും മനസ്സിലാവില്ല. അത്ര സ്പീഡിൽ അവരുടെ ഇംഗ്ലീഷ്. അവരുടെ കൂടെ നടന്നാൽ ശരിക്കും പഠിക്കും. പക്ഷെ അവരുടെ കൂടെ അവരോട് സ്പീഡ് കുറച്ച് സംസാരിക്കാൻ പറയണം. ഇങ്ങനെ ചോദിക്കണം, ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്ന് ചോദിക്കണം അവരോട്. ഒന്ന് പതുക്കെ പറയാമോ? അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചോ. അവര് സ്പീഡിൽ സംസാരിക്കുമ്പോ ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്ന് ചോദിക്കണം. ഒന്ന് പറഞ്ഞേ, അത് ചോദിച്ചേ. ക്യാൻ യു സ്പീക്ക് സ്ലോലി? അതെ, ആണാണെങ്കിൽ സാർന്ന് വിളിച്ചിട്ട് സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി. അത് ഒരു ഈണത്തിൽ ചോദിക്കണം. ഞാൻ ആ ഈണം പഠിപ്പിച്ചു തരാം. സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി. അവസാനത്തിൽ ശബ്ദം കൂട്ടി പറയണം. സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി.
ഒന്നുകൂടെ. സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി? സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി? ഓക്കെ. ഇനി അതൊരു മദാമയാണെങ്കിൽ അവരോട് മാഡം എന്ന് പറയണം. മാഡം എന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തുക, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി? മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി? ആ സ്ലോലി എന്ന് പറയുമ്പോൾ ഒന്ന് ശബ്ദം കൂട്ടി പറഞ്ഞോ. കാരണം ചോദ്യങ്ങളാണെങ്കിൽ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് കുറച്ച് ശബ്ദം കൂട്ടി വേണം പറയാൻ. ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി? പറഞ്ഞോ. മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി? അപ്പോ അവര് സ്പീഡിൽ സംസാരിക്കുമ്പോ ഈ ഒരു സെന്റൻസ് അങ്ങോട്ട് ചോദിച്ചാൽ മതി അവരോട്. അപ്പൊ അവര് സ്പീഡ് കുറക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനായിട്ട് ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയണം. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ. അത് പറഞ്ഞ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അതിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ്. അത് വേണമെങ്കിൽ പറയാം, ഷോർട്ട് ഫോം പറയണമെങ്കിൽ പറയാം, ഫുൾ ഫോം പറയണമെങ്കിലും പറയാം, ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ. അതാ ഫുൾ ഫോം പറഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലാണ്. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഫുൾ ഫോം പറഞ്ഞാൽ മതി. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇവര് സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ രണ്ട് സെന്റൻസും കൂടി ഒരുമിച്ച് പറയണം. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി, ഇത് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് പറയാമോ? ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മാഡം ക്യാൻ യു സ്പീക്ക് സ്ലോലി? ക്യാൻ യു സ്പീക്ക് സ്ലോലി? സ്ലോലി, പതുക്കെ. അപ്പോ അത് മാഡം അല്ല, സായിപ്പാണെങ്കിൽ സർ എന്ന് പറഞ്ഞാൽ മതി, സർ. അപ്പൊ പറഞ്ഞോ, ഒന്നുകൂടെ ശ്രമിച്ചോ, പറഞ്ഞോ. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് സർ. സർ സ്ലോലി. സ്ലോലി അല്ല, ക്യാൻ യു സ്പീക്ക് സ്ലോലി? ക്യാൻ യു സ്പീക്ക് സ്ലോലി? അപ്പൊ അവര് സ്പീഡ് കുറച്ച്. അതെ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അവരത് മറന്നുപോകും, അവര് വീണ്ടും സ്പീഡിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴും ഇത് തന്നെ അങ്ങോട്ട് പറയണം. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്ന് വീണ്ടും പറയണം. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ, എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ സാർ. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് സർ ക്യാൻ യു സ്പീക്ക് സ്ലോലി? അപ്പൊ ഇത് സായിപ്പ് സംസാരിക്കാൻ വരുമ്പോ എന്തായാലും ആനക്കാരന്റെ അടുത്ത് സായിപ്പ് വരുമല്ലോ. അത് വരും. അവര് വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. അവര് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല. ചെറുതൊക്കെ പറയാ, അപ്പൊ അവര് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, തല കുലുക്കിട്ടാണ്ട് പോവും. അങ്ങനെ തന്നെ. ഇനി എന്തൊക്കെയാണ് അവര് ചോദിക്കുന്നത്, എന്തെല്ലാമാണ് പറയേണ്ടതെന്ന് അടുത്ത പ്രാവശ്യം എന്നോട് ചോദിച്ചോ. അതിന് ഞാൻ കുറച്ച് സെന്റൻസുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ. അപ്പോ മെഹൌട്ടിനും ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യം വന്നുപോയല്ലേ? അതെ, എന്നോ പഠിക്കേണ്ടത് സാറ്, എന്നോ പഠിക്കേണ്ടത്. അവര് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോ അവർക്ക് പറഞ്ഞ് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരല്ലേ, വിദേശികളല്ലേ. പക്ഷെ നമുക്കൊന്നും പറയാൻ അറിയില്ല. അപ്പൊ ഞാനതാണ് സാറിനോട് എന്തെങ്കിലും അറിയാൻ പറ്റിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പറയാനായിട്ട് പറ്റില്ല, ഒന്നാമത്തെ സമയമില്ല. അതാണ് നമുക്ക് ഇത്ര ഈ ഡ്യൂട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് 24 മണിക്കൂറാണ്. അതാണ്. അപ്പൊ നിങ്ങക്ക് റെസ്റ്റ് എപ്പോഴാണ് കിട്ടുന്നത്? റെസ്റ്റ് പറഞ്ഞ നമുക്കിപ്പോ 8 മണിക്ക് അവിടെ കോട്ടയിൽ പോയിട്ട് ജോയിൻ ചെയ്ത് ബുക്ക് വെച്ചാ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉച്ചക്ക് 12 മണി വരെ. അത് കഴിഞ്ഞാൽ 2 മണി തൊട്ട് 5 മണി വരെ. അതിന്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് ആനയും കൊണ്ട് പോകും. അവിടെ എഴുന്നള്ളിപ്പുണ്ട് ഗുരുവായൂർ അമ്പലത്തില്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ 11:30 മണിയൊക്കെ ആവും. അത് എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 3-4 ദിവസം ഉണ്ടാവും. ഈ ആന ഉറങ്ങുമ്പോ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലേ? ആന അത് പുറത്ത് പൂരത്തിന് പോകുമ്പോ അവര് കിടന്നുറങ്ങുമ്പോ അവരുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ കിടന്നുറങ്ങുക, കുറച്ച് മാറിയിട്ട്. ഈ ആന ഉറങ്ങണത് കിടന്നാണോ അല്ലെങ്കിൽ നിന്നാണോ ഉറങ്ങണത്? നിന്നിട്ട് രണ്ടും ചെയ്യും. നിന്നിട്ട് ഉറങ്ങും, കിടന്നിട്ട് ഉറങ്ങും. കിടന്നുറങ്ങാനാ കാണാറില്ലല്ലോ കിടന്നുറങ്ങുന്നത്.
കിടന്നുറങ്ങും അവര്. അത്ര ആൾക്കാരെല്ലാം സൗണ്ട് എല്ലാം പോയി കഴിഞ്ഞാലാണ് അവർ ഉറങ്ങുള്ളൂ. അതാണ് പ്രത്യേകത. ആനക്കാരുണ്ടെങ്കിൽ ഉറങ്ങും. ആനക്കാരുള്ളത് അവർക്ക് അറിയാം. ഞങ്ങൾ ഇന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആന കിടന്നുറങ്ങാറുണ്ട്. പക്ഷെ വേറൊരാള് ആനയ്ക്ക് അറിയാത്ത ആളുണ്ടെങ്കിൽ ഉറങ്ങില്ല. ഞങ്ങൾ മൂന്നാള്, ഇപ്പൊ ഒരാനയ്ക്ക് മൂന്നാളാണ്. ആ മൂന്നാളും അടുത്തുണ്ടെങ്കിലും ആന ഉറക്കം വന്ന അവിടെ തനിയെ കിടന്നുറങ്ങും. ആന ചോദിക്കും ഉറങ്ങട്ടെ എന്ന്, കിടക്കട്ടെ എന്ന് നിങ്ങളോട് ചോദിക്കോ? ചോദിക്കും. അതെങ്ങനെയാ ചോദിക്കണത്? അത് അവര് ഓരോ സൗണ്ട് ഉണ്ടാക്കുക ചെയ്യും. അത് ഞങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അതെങ്ങനെ പറയണെന്നുള്ളത്. ഞങ്ങൾ പറയുമ്പോ മനസ്സിലാവും, അവർക്കും മനസ്സിലാവും, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചും മനസ്സിലാവും. അതെങ്ങനെയാണ് ആന ഉറങ്ങട്ടെ എന്ന് ചോദിക്കുന്നത്? എങ്ങനെയാണ് അത്? അത് തുമ്പിക്കൈ കൊണ്ട് ഒരു സൗണ്ടാ ഉള്ള സൗണ്ട് വരിക. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ട്. അങ്ങനെ അന്ന് 2 പ്രാവശ്യം പറയും. അപ്പൊ നമുക്ക് ആന്ന കിടന്നോ പറഞ്ഞ അപ്പൊ തന്നെ ഇരിക്കും, കിടക്കും. അത് കൊള്ളാലോ. അവരുടെ ഭാഷ ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ ഭാഷ പറയുന്നത് ഇപ്പൊ അവർക്ക് മനസ്സിലാവും. അത് കൊള്ളാം. അതിന് ഓരോന്നിനും ചോദിക്കും. അതിപ്പോ പട്ട തിന്നാൻ തുടങ്ങുമ്പോഴും ഇതേപോലെ ചോദിക്കും. അങ്ങനെ ഒരു പ്രത്യേക അവർക്ക് നമുക്ക് മാത്രം അറിയുന്ന ഒരു ഇതുണ്ട്. അതൊരു ഭാഷ വേറെയാണല്ലേ? അത് കൊള്ളാം. അതെ അതെ അതെ. പിന്നെ അപകടം ചേട്ടന്റെ ജോലിയിൽ എപ്പോഴെങ്കിലും അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ ആനയുടെ അടുത്തുനിന്ന്? അപകടം ആന ഓടിച്ചിട്ടും അടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ നമ്മളെ തുമ്പി കൈ കൊണ്ട് അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടോ ചേട്ടന്? മേത്ത് കൊണ്ടിട്ടുണ്ട്. കൊമ്പോണ്ട് മാറ്റിയിട്ടുണ്ട്. പോവാൻ പറഞ്ഞിട്ട് ആന മാറ്റും. ഈ മതപ്പാടിന്റെ ലക്ഷണം തുടങ്ങുമ്പോ നമുക്ക് അറിയില്ലേ, അതുകൊണ്ട് കാലോണ്ട് അടിക്കും. കാലോണ്ട്. അങ്ങനെ ചേട്ടന് വല്ലതും അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ ആനയുടെ? അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ടില്ല, അടി കൊണ്ട് നമ്മള് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഓട് മാറുന്നതിന്റെ ഇടയിലൊക്കെ കൊണ്ടിട്ടൊക്കെ ഉണ്ട്. വാലോണ്ടും കാലോണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറും. 1-2 പ്രാവശ്യം വീണിട്ടുണ്ട്. അപ്പൊ നല്ല റിസ്ക് ഉള്ള ജോലിയാണല്ലേ ഇത്? അതെ റിസ്ക് ഉള്ള ജോലിയാണ്. അവർക്ക് മാത്രമേ അറിയൂ. ഓക്കെ ചേട്ടാ, വളരെ സന്തോഷം ചേട്ടൻ വിളിച്ചതില്. അപ്പോ ഞാൻ ചേട്ടനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാം. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ സാർ. പിന്നെ ഇങ്ങനെ സംശയം വരുമ്പോ എന്നെ വിളിച്ചോളൂ. ആയിക്കോട്ടെ സാർ, വിളിക്കാം. നിർത്തിക്കോട്ടെ. താങ്ക് യു സാർ. സാറിനോട് സാർ ആയിക്കോട്ടെ സാർ. സാർ എന്തായാലും കുറച്ചു നേരം സംസാരിച്ചല്ലോ, അതിയായ സന്തോഷമുണ്ട് സാർ. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഓക്കെ ചേട്ടാ, വിളിച്ചോ. ഞാൻ അവിടെ വരാട്ടോ, കാണാനായിട്ട് വരാം. സാർ എപ്പോ വന്നാലും സാർ ഒരു ചെറിയൊരു കോള് വിളിച്ചാൽ മതി. ഞാൻ അപ്പൊ സാറിന് വേണ്ടി അവിടെ കാത്തിരിക്കുക, എത്ര നേരം വൈകിയാലും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാണാനായിട്ട്. ഇനി വരുമ്പോ ചേട്ടനെ തീർച്ചയായിട്ടും കാണും. ഓക്കെ, ആയിക്കോട്ടെ സാർ. ഓക്കെ സാർ, എന്നാ വെച്ചോട്ടെ. ശരി സാർ. ശരി.